കാനഡയിൽ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ച. കാനഡയിലെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും ഖാലിസ്ഥാൻ അനുകൂലിയുമായ ജഗ്മീത് സിംഗ് കനേഡിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങി. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തയാണ്. നയതന്ത്രപരവും വ്യാപാരപരവുമായിട്ടുള്ള ബന്ധം പുനരാരംഭിക്കുന്നതിനുള്ള അവസരമാണ് ഇതോടെ ഇന്ത്യക്കും കാനഡയ്ക്കും മുന്നിൽ തുറന്നിരിക്കുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തെ തുടർന്ന് നിർത്തിവെച്ചതായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ. നിജർ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് ജഗ്മീത് സിംഗും മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ആരോപിച്ചിരുന്നത്. ഇന്ത്യയുടെ പങ്ക് ആരോപിച്ച് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ കാനഡ പുറത്താക്കുകയും ചെയ്തിരുന്നു. കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കി ഇന്ത്യയും തിരിച്ചടിച്ചു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. തെളിവില്ലാതെ ഇന്ത്യക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ സിംഗ് നിരന്തരം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ ബർണബേ സെൻട്രൽ സീറ്റ് സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥി വേർഡ് ചാങ്ങിനോടാണ് ജഗ്മീത് സിംഗ് പരാജയപ്പെട്ടത്. കടുത്ത പോരാട്ടത്തിൽ കിങ് മേക്കറായി കണക്കാക്കപ്പെട്ടിരുന്ന സിംഗിന്റെ NDPയും കടുത്ത തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. NDP 4ാം സ്ഥാനത്തെത്തുമെന്നായിരുന്നു കനേഡിയൻ മാധ്യമങ്ങൾ പ്രവചിച്ചിരുന്നത്. 7 സീറ്റാണ് ഇവർക്ക് നേടാനായത്. യെവ്സ് ഫ്രാങ്കോയിസ് ബ്ലാൻചെറ്റിന്റെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് ക്യൂബെക്കോയിസ് 23യും പിയർ പോലിയേവിന്റെ കൺസർവേറ്റീവ് പാർട്ടി 147 സീറ്റും നേടി. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ NDP നേതാവ് ജഗ്മീത് സിംഗ് രാജിവെച്ചു. NDPക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാവുകയും ചെയ്തു. 18.1% വോട്ട് മാത്രമാണ് ജഗ്മീത് സിംഗിന് നേടാനായത്. വേർഡ് ചാങ് 42.1% വോട്ടും കൺസർവേറ്റീവ് സ്ഥാനാർത്ഥിയായിരുന്ന വെയിംസ് യാൻ 39% വോട്ടും നേടിയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NDPക്ക് 24 സീറ്റ് നേടാനായിരുന്നു. കനേഡിയൻ നിയമപ്രകാരം ജനപ്രതിനിധി സഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കുറഞ്ഞത് 12 സീറ്റെങ്കിലും ഉണ്ടായിരിക്കണം. NDPക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയാത്തതിൽ താൻ നിരാശനാണെന്ന് സിംഗ് പറഞ്ഞു. എക്സിലൂടെയാണ് അദ്ദേഹം കടുത്ത പരാജയത്തിലെ നിരാശ പ്രകടിപ്പിച്ചത്. NDPയെ നയിക്കാനും ബർണബേ സെൻട്രലിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ ബഹുമതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടത്തിയ കാർണിയെയും മറ്റ് നേതാക്കളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂ ഡെമോക്രാറ്റിന് ഇത് നിരാശയുടെ ദിവസമാണെന്നും അദ്ദേഹം പറയുന്നു. ജഗ്മീത് സിംഗ് ഖലിസ്ഥാൻ അനുഭാവിയായിരുന്നതിനാൽ കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂലികൾക്കും ഒരു തിരിച്ചടിയായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്. ഖലിസ്ഥാനി ഭീകരനായ നിജറിന്റെ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ അടിസ്ഥാനരഹിതവും വന്യവുമായ ആരോപണങ്ങൾ സൃഷ്ടിച്ച വിവാദങ്ങളെ മറികടന്നാണ് മാർക്ക് കാർണി നയിക്കുന്ന ലിബറൽ പാർട്ടി തിരഞ്ഞെടുപ്പിൽ ശക്തമായ വിജയമുറപ്പിച്ചത്. കനേഡിയൻ പൗരനായ നിജർ 2023 ജൂണിലാണ് വാൻകൂവറിൽ കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകത്തോടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്ക് തുടക്കമാവുകയായിരുന്നു. ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാരിന് ലഭിച്ച NDPയുടെ പിന്തുണയാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ വിശകലനം. നിജറുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ട്രൂഡോ ആവർത്തിച്ച് ആരോപിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ നിലപാട് അദ്ദേഹം കടുപ്പിച്ചു. കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂലികളെ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ഏജന്റുമാർ ക്രിമിനൽ സംഘങ്ങളായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ട്രൂഡോ ആരോപിച്ചു. എന്നാൽ ഓരോ ഘട്ടത്തിലും ഈ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു. 2023 സെപ്റ്റംബറിലാണ് ഇത് സംബന്ധിച്ച ആദ്യ ആരോപണം വരുന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ ഒരു തെളിവെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. 2023 $90 ലക്ഷം കോടി അധികം മൂല്യം വരുന്ന ഉഭയകക്ഷി വ്യാപാരമാണ് ഇന്ത്യയും കാനഡയും നടത്തിയത്. ഈ ബന്ധം വഷളായതോടെ ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുകയും സ്ഥാനപതികളെ തിരിച്ചുപിടിക്കുകയും ചെയ്തു. നിജറിന്റെ കൊലപാതകത്തിൽ ഒരു വിദേശ രാഷ്ട്രവുമായും കൃത്യമായ ബന്ധമില്ലെന്നും ഇതിന് തെളിവില്ലെന്നും വ്യക്തമാകുന്ന കനേഡിയൻ കമ്മീഷൻ റിപ്പോർട്ട് 2025 ജനുവരിയിൽ പുറത്തുവന്നു. ഇത് ഭാരത സർക്കാരിന്റെ നിലപാട് ശരിവെക്കുന്നതുമായിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളിലും ജഗ്മീത് സിംഗിന്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു. RSSനെ നിരോധിക്കുന്നതിനടക്കം അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിജർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ തെളിവുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കനേഡിയൻ രാഷ്ട്രീയത്തിൽ ജഗ്മീത് സിംഗിന്റെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്നതിന്റെ തെളിവായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളും തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം. പലപ്പോഴും ഫെഡറൽ പാർട്ടിയെ നയിച്ചതും സഭയിൽ അധികാരം സന്തുലിതമാക്കി നിർത്തിയതുമായ വ്യക്തിയായിരുന്നു സിംഗ്. ചിത്രത്തിൽ നിന്നും സിംഗിന്റെ സാന്നിധ്യം നീങ്ങുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം വീണ്ടും ഒരുക്കും. മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും കഴിയും.